ഹായ്, ഞാൻ സ്നേഹ. എസ് എൽ ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പലരും ചോദിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ടാണ് നമ്മൾ സ്നേഹിക്കുന്ന ആള് നമ്മൾ അത്രയധികം അവരെ സ്നേഹിക്കുന്നുണ്ട്, അവർ നമ്മളെയും അങ്ങനെ സ്നേഹിക്കുന്നുണ്ട് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. പക്ഷേ നമ്മളിപ്പോൾ ഒരു മെസ്സേജ് അയക്കുമ്പോൾ അതിന് റിപ്ലൈ കിട്ടുന്നത് ഭയങ്കര ലേറ്റ് ആയിട്ടാണ്. അതായത് ഭയങ്കര വൈകിട്ട് റിപ്ലൈ തരിക. അവർ ഓൺലൈനിൽ വന്നാലും റിപ്ലൈ തരില്ല, മെസ്സേജ് നോക്കിയാലും റിപ്ലൈ തരില്ല. അതെന്താ അങ്ങനെ ചെയ്യുന്നത്? സ്നേഹം കുറഞ്ഞുകൊണ്ടാണോ? ഇനിയിപ്പോൾ ഞാനായിട്ട് റിലേഷൻഷിപ്പ് നിർത്തിയിട്ട് പോകണം എന്ന് അവർ ചിന്തിക്കുന്നതുകൊണ്ടാണോ? എന്താ അവർ അങ്ങനെ ചെയ്യണത് എന്നുള്ളത്. ഇതിന് കുറച്ച് കാരണങ്ങൾ ഉണ്ടായിരിക്കും. അത് ഓരോരുത്തരുടെ സ്വഭാവത്തെ ബേസ് ചെയ്തിരിക്കാം. സാധാരണ ഇങ്ങനെ നമ്മൾ സ്നേഹിക്കുന്ന ആള് ലേറ്റ് ആയി റിപ്ലൈ തരുന്നതിന്റെ കുറച്ച് കാരണങ്ങൾ അതെന്തൊക്കെയായിരിക്കും എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒരാൾ അങ്ങനെ വൈകി റിപ്ലൈ തരുന്നത് അവർക്ക് നിങ്ങളോട് സ്നേഹം കുറഞ്ഞതുകൊണ്ട് തന്നെയാണ് എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അതിന്റെ പുറകിൽ അവർക്ക് അവരുടേതായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ അതിൽ ഒന്നാമത്തെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ തിരക്ക് കാരണം തന്നെയായിരിക്കും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ചിലപ്പോൾ ഒന്നും ചെയ്യാതെ ചുമ്മാ ഇരിക്കുകയായിരിക്കും. അപ്പൊ നമ്മൾ അവർക്ക് മെസ്സേജും കാര്യങ്ങളൊക്കെ അയക്കുന്നുണ്ടാവും. പക്ഷെ അവരും നമുക്ക് തിരിച്ച് റിപ്ലൈ തരണം എന്നില്ല. അപ്പൊ നമ്മൾ വിചാരിക്കും എന്നോട് എന്തോ ഇഷ്ടക്കുറവുണ്ട് എന്നുള്ളത്. നമ്മൾ ആലോചിക്കുക, അവർക്ക് അവരുടേതായിട്ടുള്ള ജോലി ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ ഉണ്ടായിരിക്കും. അവർക്ക് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ തിരക്കുണ്ടായിരിക്കും. ആ സമയങ്ങളിൽ അവർ നമ്മൾ വിചാരിക്കുന്ന പോലെ റിപ്ലൈ തരുന്ന ഒരാളാവില്ല, അല്ലെങ്കിൽ തരാൻ പറ്റണം എന്നില്ല. അപ്പൊ അവരെ ചിന്തിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കുറച്ചു നേരം ലേറ്റ് ആയാലും ആൾക്ക് പ്രശ്നമല്ല, ആള് എന്നെ അത്രയും സ്നേഹിക്കുന്നുണ്ട്, അപ്പൊ സോ എന്നോടൊരു വിശ്വാസക്കുറവ് വരില്ല, അത് മാത്രമല്ല എന്നെ വിട്ടിട്ട് പോവില്ല. ആ ഒരു വിശ്വാസം അവർക്ക് നിങ്ങളോടുള്ളത് കൊണ്ടായിരിക്കും ചിലപ്പോൾ തിരക്കോ കാര്യങ്ങളൊക്കെ ആവുന്ന സമയത്ത് കുറച്ച് കഴിഞ്ഞ് റിപ്ലൈ കൊടുക്കാം, കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്നുണ്ടാവുക. അത് ഇഷ്ടക്കുറവ് കൊണ്ടല്ല. ചിലപ്പോൾ ആ ഒരു തിരക്കിൽ നിങ്ങളെ ശ്രദ്ധിക്കാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് ചെയ്തു തരാൻ പലർക്കും പറ്റണമെന്നില്ല. സാധാരണ ഇപ്പൊ എല്ലാവരും ഒരേ സമയം 2-3 കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നവരല്ല. ചിലർക്ക് ഒരു സമയം ഒരൊറ്റ കാര്യം മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പൊ അങ്ങനെ തിരക്കുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ റിപ്ലൈ തരാൻ ലേറ്റ് ആയെന്ന് വരാം. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല്, മെസ്സേജിന് റിപ്ലൈ തരുന്ന സമയത്ത് അവർക്ക് ആലോചിച്ച് ഒരു മറുപടി തരേണ്ടതായിട്ടുണ്ടായിരിക്കാം. അത്തരം സിറ്റുവേഷനിൽ പല ആളുകൾക്കും ചിലപ്പോൾ കണ്ട ആ ഒരു സെക്കൻഡിൽ തന്നെ നമുക്ക് റിപ്ലൈ തരാൻ കഴിയണം എന്നില്ല. അവർ ചിന്തിക്കുന്നുണ്ടാവുക, അതായത് ഇതിന് എന്താ ഞാൻ റിപ്ലൈ കൊടുക്കുക എന്നുള്ളതായിരിക്കാം. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് അവർ ചിലപ്പോൾ ആലോചിച്ചേ മറുപടി തരുള്ളൂ. അതിന് കുറച്ചധികം സമയം എടുത്തു എന്ന് വരാം. ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വിഷമിച്ച് നിങ്ങളുടെ പ്രോബ്ലം പറയുമായിരിക്കാം. അപ്പൊ അവർ വിചാരിക്കുന്നുണ്ടാവുക, നിങ്ങൾ ഈ ഒരു പ്രശ്നം പറയുന്നത് നിങ്ങൾക്ക് അതിനുള്ളൊരു സൊല്യൂഷൻ വേണം എന്ന് കരുതിയിട്ടായിരിക്കാം എന്നുള്ളതാണ്. അപ്പൊ എന്തെങ്കിലും സൊല്യൂഷൻ പറഞ്ഞു തരണ്ടേ എന്ന് വിചാരിക്കുന്നതുകൊണ്ട് തന്നെ അവർ ചിലപ്പോൾ കുറച്ച് സമയം എടുക്കും. കാരണം സൊല്യൂഷൻ കിട്ടണ്ടേ, അല്ലെങ്കിൽ എന്താ ഞാൻ മറുപടി പറയുക ഇതിന്, അങ്ങനെ ഒരു ചിന്ത ഉള്ളത് കൊണ്ട് തന്നെ ചിലപ്പോൾ ലേറ്റ് ആയിട്ട് റിപ്ലൈ തരാം. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ അവർ ആ മെസ്സേജ് കണ്ടിട്ടുണ്ടായിരിക്കാം, പക്ഷെ എന്ത് പറയണമെന്ന് അവർക്ക് അറിയുന്നുണ്ടാവില്ല. അപ്പോഴും ലേറ്റ് റിപ്ലൈക്ക് ചാൻസ് കൂടുതലാണ്. മൂന്നാമത്തെ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഫോൺ യൂസ് ചെയ്യുന്നത് കുറച്ച് കുറവായിരിക്കും എന്നുള്ളതാണ്. എല്ലാവരും ഒരേപോലെ എപ്പോഴും ഫോൺ യൂസ് ചെയ്യുന്ന ആളുകളാവണം എന്നില്ല. ചില ആളുകൾ വളരെ റെയർ ആയിട്ട് മാത്രം ഫോൺ യൂസ് ചെയ്യുന്നവരുണ്ട്. അതായത് ചിലപ്പോൾ ഒരു ദിവസത്തിൽ 2-3 പ്രാവശ്യം മാത്രം ഫോൺ എടുക്കും, എന്നിട്ട് ഒരു 10 മിനിറ്റ് ചിലപ്പോൾ നോക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ചില ആളുകൾ ചിലപ്പോൾ രാവിലെ ഫോൺ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ രാത്രി ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക. ചിലപ്പോൾ അങ്ങനെ ജോലി ചെയ്യുന്നവരൊക്കെ ഉണ്ടായിരിക്കാം. അപ്പൊ അത്തരം ആളുകൾക്ക് ഇപ്പൊ ഫോണിൽ നമ്മൾ അയക്കുന്ന മെസ്സേജിന് അപ്പം റിപ്ലൈ തരാൻ കഴിയണം എന്നില്ല. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക അവർ ഫോൺ യൂസ് ചെയ്യുന്നത് എങ്ങനെയാന്നുള്ളത്. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന കാര്യമുണ്ട്, എനിക്ക് മെസ്സേജിന് റിപ്ലൈ തരുന്നുണ്ടാവില്ല, എന്നിട്ട് റീൽസ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും എന്നുള്ളത്. സത്യാവസ്ഥ അങ്ങനെ ആകണം എന്നില്ല. സോ നമ്മൾ അവരെ ആദ്യം മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തില് ഫോണിന്റെ ഉപയോഗം കുറവുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവരും നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ പെട്ടെന്ന് റിപ്ലൈ തരാൻ സാധ്യത കുറവാണ്. നാലാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാനസിക സമ്മർദ്ദമാണ്. അതായത് നമുക്ക് പ്രത്യേകിച്ച് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിരിക്കില്ല, നമുക്ക് ചിലപ്പോൾ ടെൻഷൻ ഉണ്ടാവില്ല, അല്ലെങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നും നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ടാവില്ല. അതേസമയം നമ്മൾ സ്നേഹിക്കുന്ന ആൾക്ക് ചിലപ്പോൾ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഉണ്ടായിരിക്കും, ജോലി സമ്മർദ്ദം ഉണ്ടായിരിക്കും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ഫേസ് ചെയ്യാനുണ്ടാവും. അത്തരം സിറ്റുവേഷൻ ആവുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല. കാരണം അവര് ഇമോഷണലി ഓക്കെ ആവില്ല എന്നുള്ളത്, അവരുടെ മൈൻഡ് ഓക്കെ ആവില്ല. അപ്പോൾ നമുക്കൊരു സമാധാനം ഇല്ലാതിരിക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒറ്റയ്ക്കിരിക്കാനേ തോന്നുള്ളൂ. അല്ലാണ്ട് ഒരുപാട് പേരോട് സംസാരിക്കണം, അല്ലെങ്കിൽ കുറേ സമയം ഒരാളോട് സംസാരിക്കാൻ പലർക്കും കഴിയണം എന്നില്ല. നമുക്ക് ചിലപ്പോൾ പറ്റുമെന്നുണ്ടെങ്കിലും നമ്മുടെ ചുറ്റുമുള്ള ആളുകൾക്ക് പലർക്കും അതിന് കഴിയണം എന്നില്ല. സോ ചില ആളുകൾക്ക് അത്തരത്തിലുള്ള ടെൻഷനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ ഓവറായിട്ട് സമ്മർദ്ദമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പലപ്പോഴും അവർക്ക് ഇത്തരത്തിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു റിപ്ലൈ തരാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ അവരുടെ സിറ്റുവേഷൻ, അവരുടെ മാനസിക സമ്മർദ്ദം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം. അപ്പൊ നമ്മളിപ്പോ അവർ കോൾ അഥവാ എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മെസ്സേജിന് റിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്പൊ അടുത്ത സെക്കൻഡ് നമ്മൾ ദേഷ്യപ്പെടാൻ നിൽക്കും. എത്ര നേരം ഞാൻ മെസ്സേജ് അയച്ചിട്ട് ഇത്ര നേരം നോക്കിയോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ദേഷ്യപ്പെടും. അപ്പൊ പിന്നെ അവർക്ക് അതിന്റെ റീസൺ പറയാനുള്ള ഒരു മൂഡ് പോലും പോയി കിട്ടും. പിന്നെ അവർ ചിലപ്പോൾ ഒന്നും പറയില്ല, അവർക്ക് ദേഷ്യം കൂടുകയാണ് ചെയ്യാം.
അപ്പൊ നമ്മൾ ഒരിക്കലും അങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കരുത്. പകരം എന്താ പറ്റിയത്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അവരോട് ചോദിച്ചു നോക്കുക. ചിലപ്പോൾ പറയാനുള്ള സാധ്യതയുണ്ട് നിങ്ങളുടെ പ്രശ്നം അപ്പൊ പകുതിയോളം കുറഞ്ഞു കിട്ടും എന്നുള്ളതാണ്. മാത്രമല്ല നിങ്ങൾ ചിലപ്പോൾ ആ സമയം കൊണ്ട് കുറെ കാര്യങ്ങൾ ഇങ്ങനെ നെഗറ്റീവായി ചിന്തിച്ചു കൂട്ടിയിട്ടുണ്ടായിരിക്കും. അതൊക്കെ ഒന്ന് ആ ഒരു കാര്യം ചെറിയൊരു ചോദ്യത്തിലൂടെ തന്നെ മാറാനുള്ള സാധ്യതയുണ്ട്. ഇനി ലാസ്റ്റ് പോയിന്റ് എന്താ വെച്ച് കഴിഞ്ഞാല്, എല്ലാവരും ഡിഫറെന്റ് ആണ്. ഇപ്പൊ നിങ്ങൾ എപ്പോഴും സംസാരിക്കാനും വിളിക്കാനും മെസ്സേജ് അയക്കാനും ഇഷ്ടപ്പെടുന്ന ആളായിരിക്കും. പക്ഷേ നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന, അതായത് നിങ്ങൾ സ്നേഹിക്കുന്ന ആള് ചിലപ്പോൾ വിളിക്കാനോ സംസാരിക്കാനോ താല്പര്യം കുറവുള്ള ആളായിരിക്കും. അതായത് അവരുടെ ശൈലി അങ്ങനെ ആയിരിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ എല്ലാവരും ഒരുപോലെ അല്ലല്ലോ. ചില ആളുകൾക്ക് എത്ര സംസാരിച്ചാലും ഒരു പ്രശ്നമല്ല. ചില ആളുകൾ ഇപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തു പോയി പഠിക്കുന്നവരുണ്ട്, ജോലി ചെയ്യുന്നവരുണ്ട്, പക്ഷെ അവർ വീട്ടിലേക്ക് വിളിക്കാറ് പോലും ഉണ്ടാവില്ല. കാരണം അവർക്കത് ശീലമല്ല എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരാളാണ് നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ നിങ്ങളോട് സംസാരിക്കാൻ സാധ്യത കുറവാണ്. അപ്പൊ നമ്മളാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷെ നമുക്ക് വേണ്ടി ചെറിയ രീതിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ അവർ ശ്രമിക്കുന്നുണ്ടായിരിക്കും. അത് നമ്മൾ കാണാതെ പോരുത് എന്നുള്ളതാണ്. അങ്ങനെ മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ നിങ്ങളെ അത്രേ അവർ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് അർത്ഥം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആള് പൊതുവെ ഇങ്ങനെയാണ് എന്നുള്ളതാണ്. പൊതുവെ എപ്പോഴും എല്ലാവരോടും സംസാരിക്കുന്ന, ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് മണിക്കൂറുകളോളം സംസാരിക്കുന്ന അങ്ങനെ ഒരു പേഴ്സൺ ആണ്. നിങ്ങളോട് മാത്രം സംസാരിക്കാനാണ് അവർക്ക് സമയമില്ലാത്തതെന്നുണ്ടെങ്കിൽ ഓക്കെ, അത് ഇഷ്ടക്കുറവാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം എപ്പോഴും അങ്ങനെയാണെങ്കിൽ. നേരെ മറിച്ച് പൊതുവെ ആരോടും സംസാരിക്കാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളോട് എപ്പോഴും സംസാരിക്കണമെന്ന് നിങ്ങൾ വാശി പിടിക്കുന്നതിൽ അർത്ഥമില്ല. അപ്പോൾ അവരുടെ ആ ഒരു ജീവിത ശൈലി എന്താണ്, സ്വഭാവം എന്താണെന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഒരാളിങ്ങനെ മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അത് സ്നേഹക്കുറവാണ് എന്ന് നിങ്ങൾ വിചാരിക്കരുത്, അങ്ങനെ വിലയിരുത്തരുത്. ചിലപ്പോൾ അവർക്ക് അവരുടെ സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കാം, പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് ഇത് തന്നെയാണ് സംഭവിച്ചു പോകുന്നത്. നിങ്ങൾ നിങ്ങളുടെ ഇമോഷൻസും ഫീലിങ്സും ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ട് പോലും ആൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, അപ്പോഴും ഇതേപോലെ തന്നെയാണ്, യാതൊരു മാറ്റവും ഇല്ല എന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഇഷ്ടക്കുറവായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും. ചിലപ്പോൾ ആൾക്ക് റിലേഷൻഷിപ്പ് വേണ്ടെന്നൊക്കെ തോന്നുന്നുണ്ടായിരിക്കാം. അത് ഞാൻ വീണ്ടും പറയുന്നു, എപ്പോഴും ഇങ്ങനെ തന്നെയാണ്, പറഞ്ഞിട്ടും മാറ്റമില്ല എന്നുണ്ടെങ്കിൽ മാത്രം ചെറിയ രീതിയിലെങ്കിലും മാറാൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ ഇടയ്ക്ക് മാത്രമാണ് ഇങ്ങനെ എന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ തന്നെ അവരുടെ സിറ്റുവേഷൻ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഞാൻ പറഞ്ഞതിൽ ഏതെങ്കിലുമൊക്കെ ആയിരിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ പ്രശ്നമൊന്നും ഉണ്ടാക്കി വഷളാക്കരുത്. പരസ്പരം മനസ്സിലാക്കുന്നതിലാണ് ഒരു ബന്ധത്തിന്റെ വിജയം ഇരിക്കുന്നത്. അതെപ്പോഴും നിങ്ങൾ മനസ്സിൽ വെക്കുക. അവരെ നിങ്ങളും അറിയുക, അപ്പൊ അവർക്ക് നിങ്ങളെ അറിയാൻ വേണ്ടി തോന്നും എന്നുള്ളതാണ്. അപ്പോൾ കൂടുതൽ പ്രശ്നങ്ങളൊന്നും റിലേഷൻഷിപ്പുകളിലൊന്നും വരാതിരിക്കട്ടെ, എല്ലാവരും ആഗ്രഹിച്ച പോലെ സന്തോഷമായിട്ടിരിക്കാൻ പറ്റട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.